എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ രോഗിൻകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ 14ാമത്തെ ശ്ലോകം. ഈ 14 ശ്ലോകങ്ങളെ ചതുർദശ മഞ്ജരീകാ സ്തോത്രം എന്നാണ് പറയുക. കാശിയാത്രയിൽ ആചാര്യസ്വാമികളെ അപ്പോൾ അനുഗമിച്ചിരുന്ന 14 ശിഷ്യന്മാർ ഓരോ ശ്ലോകം വീതം രചിച്ചതാണ് പ്രസ്തുത സ്തോത്രമെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ജഡിലോ മുണ്ടി ലുഞ്ചിതകേശഃ കാഷായാംബര ബഹുഹൃതവേഷഃ പശ്യന്നഭിജന പശ്യതി മൂഢോ ഹുദരനിമിതം ബഹുഹൃതവേഷഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജഡില ഒരുവൻ ജട വളർത്തിയും മുണ്ടി മറ്റൊരുവൻ ശിരസ് മുണ്ടനം ചെയ്തതും ലുഞ്ചിതകേശ വേറൊരുവൻ ശിരോരോമങ്ങൾ പിഴുതെറിഞ്ഞും കാഷായാംബര ബഹുഹൃതവേഷഃ ഇനിയും വേറൊരാൾ കാവ്യവസ്ത്രമുടുത്തും കാണപ്പെടുന്നു. ഇങ്ങനെ ബഹുവിധത്തിൽ വേഷം കെട്ടി നടക്കുന്ന മൂഢൻ പശ്യൻ അഭി കാണുന്നുവെങ്കിലും ന പശ്യതി ച യാഥാർത്ഥ്യം കാണുന്നില്ല തന്നെ. ഉദരനിമിത്തം ബഹുഹൃതവേഷഃ ഇതൊക്കെ വയറ്റപ്പിഴപ്പിനുള്ള വേഷം കെട്ടൽ മാത്രമാണ്. 14ാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികളുടെ ശിഷ്യന്മാരായ 14 പേർ ഓരോരുത്തരായി പറയുന്ന വ്യാഖ്യാനങ്ങളാണ്. അലസരും വഞ്ചകരുമായ കുറേ ആൾക്കാർ അന്നും ഇന്നും ഉണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സാധാരണ ആൾ ദുഷിച്ചാൽ അതിൻ്റെ ദോഷഫലം അവരുടെ കുടുംബം മാത്രമാണ് അനുഭവിക്കുന്നത്. ജനങ്ങളുടെ മധ്യത്തിലാണെങ്കിൽ പ്രകൃതി കോപം വരുന്നതുപോലെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നതായി വരും. സന്യാസവേഷം ധരിച്ച് പരമപദം പ്രാപിക്കണമെന്ന് വിചാരിച്ച് വഴിമാറിപ്പോവുകയും ചെയ്യും. ശ്രീ ശങ്കരൻ്റെ കാലത്ത് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇപ്പോൾ പറയേണ്ടതുണ്ടോ? പണവും പ്രഭാവവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിലർ ഇങ്ങനെ നടക്കുന്നത് എന്ന് ആചാര്യർ പറയുന്നു. പവിത്രമായ കാഷായ വസ്ത്രങ്ങൾക്കുള്ളിൽ കാപട്യം മറച്ചു പിടിച്ച് തൻ്റെ കാര്യം മാത്രം നേടുന്ന ചില മിടുക്കന്മാർ എപ്പോഴെങ്കിലും ആധ്യാത്മിക സംസ്കാരത്തെ മാനിക്കുകയും സാധുക്കളെ ആദരിക്കുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾ തങ്ങളെ നമസ്കരിക്കുമ്പോഴെങ്കിലും സന്യാസത്തിൻ്റെ മഹിമയെ ഓർക്കും എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പക്ഷേ അതുപോലെ ജീവിക്കുന്നവൻ പരാജയപ്പെടുന്നു. കാണുന്നു എങ്കിലും കാണുന്നില്ല. പശ്യന്നഭിന പശ്യതി. നിസ്സാരമായ ഈ മനുഷ്യൻ വയറിൻ്റെ പശിക്ക് വേണ്ടി കണ്ട എളുപ്പപ്പണിയാണ് ചതി. ഉദര നിമിത്തം ബഹുഹൃതവേഷഃ. ഇത്തരക്കാർ സമൂഹത്തിൽ ആപത്താണ്. സദാ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ മനസ്സിലുദിക്കുന്ന നീച സങ്കല്പങ്ങൾ കരുത്താർജിച്ച് നിന്ദ്യകർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കും. അങ്ങനെ മനുഷ്യൻ ഉന്നതമായ ജീവിതവും സംസ്കാരവും കൈവിട്ട് കീഴോട്ട് വീഴുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പരമപാദരുടെ വാക്കുകളാണ് എന്ന് കരുതപ്പെടുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.